Next we move on to harvest festivals. So our country has a variety of harvesting festivals. നമ്മളെ കൺട്രിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ കേരള ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇസ് സെലിബ്രേറ്റഡ് ആസ് ഓണം. സോ കേരളത്തിലെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഏതാണ്? ഓണം. സോ ഓർത്തിരിക്കുക, ഈസി ടു റിമെമ്പർ ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഓണം. സോ ഇറ്റ്സ് എ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇൻ കേരള. നെക്സ്റ്റ് ഇസ് തമിഴ്നാടു. ഇൻ തമിഴ്നാടു പൊങ്കൽ ഇസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇസ് സെലിബ്രേറ്റഡ് ഓവർ എ പീരീഡ് ഓഫ് 4 days. അപ്പോൾ ഈ പൊങ്കലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 days കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു സെലിബ്രേഷൻ, ഒരു ഫെസ്റ്റിവലാണ് ഏത്? പൊങ്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എവിടെയുള്ള സെലിബ്രേഷനാണ്? ഇൻ തമിഴ്നാട്ടിലെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന സെലിബ്രേഷനാണ് പൊങ്കൽ. ഓക്കെ, ഫെസ്റ്റിവലാണ് പൊങ്കൽ. നെക്സ്റ്റ് വന്നിട്ട് സം അതർ ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ ആർ ബൊഗാലി ബിഹു സെലിബ്രേറ്റഡ് ഇൻ ആസാം. ഏതാണ്? ബൊഗാലി ബിഹു ഇൻ ആസാം, സംക്രാന്തി ഇൻ കർണാടക, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് ആൻഡ് മധ്യപ്രദേശ്. നെക്സ്റ്റ് ഇസ് ബൈശാഖി ഇൻ പഞ്ചാബ്. ഓക്കെ, ബൈശാഖി ഇൻ പഞ്ചാബ്. സോ ദീസ് ആർ ദ മെയിൻ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ്. അപ്പോൾ അതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ഇൻ കേരള we celebrated Onam, that is harvest festival in Kerala. Next in Tamil Nadu, Pongal is the harvest festival in Tamil Nadu and it is celebrated over a period of 4 days. Next is Bogali Bihu in Assam, Sankranti in Karnataka, Andhra Pradesh, Uttar Pradesh and Madhya Pradesh, and at last Baishagi in Punjab. Next we are going to learn about national festivals. The 3 national festival of our country are as follows. താഴെ കൊടുത്തിട്ടുണ്ട് 3 മെയിൻ നാഷണൽ ഫെസ്റ്റിവൽസ്. ഇത് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്. ഫസ്റ്റ് വൺ റിപ്പബ്ലിക് ഡേ, സെക്കൻഡ് വൺ ഇൻഡിപെൻഡൻസ് ഡേ, തേർഡ് വൺ ഗാന്ധി ജയന്തി. ഓക്കെ, ദീസ് ആർ ദ മേജർ നാഷണൽ ഫെസ്റ്റിവൽസ് ഇൻ അവർ കൺട്രി ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് വി ഷall ലേൺ അബൌട്ട് റിപ്പബ്ലിക് ഡേ. Republic Day is celebrated every year on 26th January. എന്നാണ് 26th January. എല്ലാ ഇയറിലും എല്ലാ വർഷവും January 26th നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് റിപ്പബ്ലിക് ഡേ. On 26th January 1950, the Constitution of India framed by Constituent Assembly of India came to force and India become a sovereign democratic republic. അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, ഒന്നുമില്ല. നമ്മൾ 1950 January 26th നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തു. ആര്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബുക്കാണ്. കുറേ നിയമങ്ങളും കാര്യങ്ങൾ, നമ്മളെ ഇന്ത്യയിലെ മൊത്തം നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നിയമസംഹിത, അതാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറേ നിയമങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളും ആർട്ടിക്കിൾസും ഒക്കെ ഉള്ള ഒരു ബുക്കാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദാറ്റ് ഇസ് ഫ്രെയിംഡ് ബൈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്, അതുണ്ടാക്കിയത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയാണ്. കുറേ മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു അസംബ്ലി, അതാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി. ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ആൻഡ് ഇന്ത്യ ബിക്കം എ സോവറിൻ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. അപ്പോൾ അത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തതിലൂടെ നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോവറിൻ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു കൺട്രിയായി. ഓക്കെ, അതുകൊണ്ടാണ് വി സെലിബ്രേറ്റഡ് January 26th as our Republic Day. So each year on Republic Day, the President of India takes the salute of the Army, the Navy, the Indian Air Force in New Delhi. In the states, the governors take the salute. Okay? എല്ലാ റിപ്പബ്ലിക് ഡേ ദിവസങ്ങളിലും നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് എന്ത് ചെയ്യുന്നു? ടേക്സ് ദ സല്യൂട്ട് ഓഫ് ദ ആർമി, നേവി ആൻഡ് ദ എയർഫോഴ്സ് ഇൻ ന്യൂ ഡൽഹി. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലായിട്ടുള്ള ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ന്യൂഡൽഹിയിൽ ആരാണ് സല്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സിനെ സല്യൂട്ട് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റേറ്റ്സിലും എല്ലാ സ്റ്റേറ്റ്സിലും സല്യൂട്ട് ചെയ്യുന്നത് ഗവർണേഴ്സാണ്. ഓക്കെ, ഗവർണർമാരാണ്. ഇൻ ദ സ്റ്റേറ്റ്സ് ദ ഗവർണേഴ്സ് ടേക്സ് ദ സല്യൂട്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ മൊത്തമായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് ആരാണ് സല്യൂട്ട് ചെയ്യുന്നത്? ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഓൺ ദിസ് റിപ്പബ്ലിക് ഡേ. ഓക്കെ, ക്ലിയർ?
അപ്പോൾ ഇതൊരു ഗ്രേറ്റ് പരേഡാണ്. ആർമി, നമ്മുടെ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എല്ലാവരും ഒന്നിച്ചുള്ള ഒരു പരേഡാണ് നമുക്ക് ഈ ഒരു റിപ്പബ്ലിക് ഡേ അന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ട്സ്, ആ ഒരു എന്താ പറയുക, പരേഡിൻ്റെ ആ ഒരു ഇത് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് വേരിയസ് റീജിയൻസ് ആണ്. ഒക്കെ ഒരുപാട് റീജിയൻസ് ഉള്ളവർ, അല്ലാതെ ഒരൊറ്റ റീജിയനിലുള്ളവർ മാത്രമല്ല, ഓരോരോ ഭാഗത്തു നിന്നും വരുന്നവർ ഒന്നിച്ച് ചെയ്യുന്ന ഒരു പരേഡാണ് ഓൺ ദിസ് റിപ്പബ്ലിക് ഡേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. So the states of India proudly participate in this grand parade. Okay, and this is broadcast to the entire nation on television and radio. അതായത് ഈ ഒരു ദിവസം റിപ്പബ്ലിക് ഡേ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേയിൽ നമ്മുടെ നാഷൻ ടെലിവിഷനിലും റേഡിയോസിലും ഒക്കെ ഈ ഒരു ദിവസം നമ്മുടെ ഈ ഒരു പരേഡ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ റിപ്പബ്ലിക് ഡേൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് റിപ്പബ്ലിക് ഡേ? ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ എവറി ഇയർ ഓൺ 26th January. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഓർത്തിരിക്കുക, അതാണ് മെയിനായിട്ടും ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഉള്ളത്, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ടേക്സ് ദ സല്യൂട്ട് ഓഫ് ദ ആർമി, നേവി ആൻഡ് ദ എയർഫോഴ്സ് ഇൻ ന്യൂഡൽഹി. ആൻഡ് സ്റ്റേറ്റ്സിൽ ആരാണ്? ദ ഗവർണേഴ്സ് ടേക്സ് ദ സല്യൂട്ട്സ്. ഓക്കെ, ഓരോ സ്റ്റേറ്റിലും അവരവരുടെ ഗവർണർമാരായിരിക്കും സല്യൂട്ട് ചെയ്യുന്നത്. ഇത്രയും ഓർത്തിരിക്കുക. ഓക്കെ. Next we shall learn about Independence Day and Gandhi Jayanti. So Independence Day നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്, വെരി ഫെമിലിയർ ആണ്. ഈച്ച് ഇയർ വി സെലിബ്രേറ്റ് അവർ ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15th August, അല്ലേ? അതെല്ലാവർക്കും അറിയാം. 15th Augustനാണ് ഇൻഡിപെൻഡൻസ് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്നാണ് റിപ്പബ്ലിക് ഡേ? ഓൺ 26th January. and എന്നാണ് ഇൻഡിപെൻഡൻസ് ഡേ? 15th August. ഓക്കെ, ഇനി ഓൺ ദിസ് ഡേ വി റിമെമ്പർ ദ ബ്രേവ് പീപ്പിൾ ഹു വോണ്ട് ഫ്രീഡം ഫോർ അവർ കൺട്രി ഫ്രം ദ ബ്രിട്ടീഷ്. നമ്മൾക്ക് നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഫ്രീഡം നേടിത്തന്നത് ഫ്രം ദ ബ്രിട്ടീഷേഴ്സിൻ്റെ നിന്നും നമ്മുടെ ഇന്ത്യയെ രക്ഷിച്ച, ബ്രിട്ടീഷേഴ്സിൽ നിന്നും നമ്മുടെ ഇന്ത്യക്ക് ഫ്രീഡം നേടിത്തന്ന കുറേ പീപ്പിൾ ഉണ്ട്, കുറേ ബ്രേവ് പീപ്പിൾ. അവരെ നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? റിമെമ്പർ ചെയ്യും. നമ്മൾ ഓർക്കണം, എന്തായാലും ഓർക്കണം. കാരണം അത്രയ്ക്കും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവരെന്ത് ചെയ്തത്? നമ്മുടെ ഇന്ത്യക്ക് ഇന്നുള്ള ഈ ഒരു ഫ്രീഡം നേടിത്തന്നത്. സോ ഓൺ ദിസ് ഡേ വി റിമെമ്പർ ദ ബ്രേവ് പീപ്പിൾ. Then Independence Day is celebrated with flag hosting ceremonies and cultural programs in the state capitals. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റൽസിലെല്ലാം നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് സെലിബ്രേറ്റ് ചെയ്യും വിത്ത് ഫ്ലാഗ് ഹോസ്റ്റിംഗ്. എല്ലാവരും ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറിമണി നടത്തും. അതുപോലെ തന്നെ വാരിയസ് കൾച്ചറൽ പ്രോഗ്രാംസ്, അതായത് ദേശഭക്തി ഗാനം, അല്ലെ നാഷണൽ സോങ്സ്, അതുപോലെ കുറേ സ്കിറ്റുകൾ, അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കുറേ കൾച്ചറൽ പ്രോഗ്രാംസും നമ്മൾ ഈ ഒരു ഡേയിലൂടെ എന്ത് ചെയ്യും? സെലിബ്രേറ്റ് ചെയ്യും. ഓക്കെ. ദെൻ major highlights of these celebrations is the Prime Minister's speech at the Red Fort in Delhi. അപ്പോൾ ഈ ഒരു സെലിബ്രേഷൻ ഓൺ ദിസ് ഇൻഡിപെൻഡൻസ് ഡേ നമുക്കുള്ള ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ സ്പീച്ചാണ്. എവിടെയാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ സ്പീച്ച് ഉണ്ടാവുക? ഹെൽഡ് അറ്റ് റെഡ് ഫോർട്ട് ഇൻ ഡൽഹിയിലുള്ള റെഡ് ഫോർട്ടിലാണ് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ സ്പീച്ച് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇൻഡിപെൻഡൻസിൻ്റെ കാര്യത്തിൽ ഓർത്തിരിക്കുക. എന്നാണ്? ഓൺ ദ 15th August. And the Independence Day celebrated with flag hosting ceremonies and cultural programs. And the major highlight is the celebration is the Prime Minister's speech. എവിടെയാണ്? At the Red Fort in Delhi. Next is Gandhi Jayanti. It is every year we celebrated the birth anniversary of Gandhiji on 2nd October. ഏത് ഡേ ആണ് ഗാന്ധി ജയന്തി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? The birthday of Mahatma Gandhi. Okay. ദ October 2nd ഒക്ടോബറിന് നമ്മൾ ഗാന്ധിജിയുടെ, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? നെക്സ്റ്റ്, ഗാന്ധിജി ദ ഫാദർ ഓഫ് അവർ നേഷൻ. അപ്പോൾ ആരാണ് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ? ഗാന്ധിജി ഇസ് ഡീപ്ലി റെസ്പെക്റ്റഡ് ഫോർ ഹിസ് അബ്സല്യൂട്ട് ബിലീഫ് ഇൻ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. എന്താണ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്? വേറൊന്നുമല്ല, നമ്മുടെ ഗാന്ധിജിയുടെ, അദ്ദേഹത്തിൻ്റെ അബ്സല്യൂട്ട് ബിലീഫായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്ന 2 കാര്യങ്ങളാണ്. ഓക്കെ, അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്തിരുന്ന, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്തിരുന്ന, അദ്ദേഹം ബിലീഫ് ചെയ്തിരുന്ന, അദ്ദേഹം വിശ്വസിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. അതായത് അദ്ദേഹം കളവ് പറയില്ലായിരുന്നു, സത്യം മാത്രമേ പറയുമായിരുന്നുള്ളൂ. അതുപോലെ നോൺ വയലൻസ്, അതായത് വയലൻസ് കയ്യിലെടുക്കില്ല, ഒരു തരത്തിലും അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ലായിരുന്നു. ഓക്കെ.
So he believed in truth and non-violence. Then on this day, the president and the prime minister, along with other eminent political leaders, pay homage to him at Rajghat, the Samadhi of Mahatma Gandhi, located in New Delhi. അപ്പോൾ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സമാധി പ്ലേസ്? അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്ന സ്ഥലം, അതാണ് സമാധി. അതെവിടെയാണ്? ലൊക്കേറ്റഡ് ഇൻ ന്യൂ ഡൽഹി. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് രാജ്ഘട്ട്. ഓക്കെ, രാജ്ഘട്ട്. അപ്പോൾ ഈ ദിവസം, ഈ ഒരു ഗാന്ധി ജയന്തി ഡേയിൽ നമ്മുടെ പ്രസിഡൻറ്റ്, ഇന്ത്യൻ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും അദ്ദേഹത്തിന് വേണ്ടി രാജ്ഘട്ടിൽ അദ്ദേഹത്തിൻ്റെ സമാധി പ്ലേസിൽ പോയിട്ട് പേ ഹോമേജ് ടു ഹിം. പേ ഹോമേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. അതായത് മരണശേഷം മരിച്ചവർക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് പേ ഹോമേജ് ടു ഹിം അറ്റ് രാജ്ഘട്ട്. ഓക്കെ. സോ ചിൽഡ്രൻ, യു വോണ്ട് ടു റിമെമ്പർ ദ ഗാന്ധി ജയന്തി. എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കണം? 2nd October. വെൻ ഇസ് സെലിബ്രേറ്റഡ്? 2nd October. ആൻഡ് ഹൂസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ? ഗാന്ധിജി. ആൻഡ് വിച്ച് ഈസ് ദ അബ്സല്യൂട്ട് ബിലീഫ്സ് ഓഫ് ഗാന്ധി? ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. അത് രണ്ടിലും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ദെൻ ഓൺ ദിസ് ഗാന്ധി ജയന്തി ഡേ, ദ പ്രസിഡൻറ്റ്, ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ അതർ എമിനൻറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് പേ ഹോമേജ് ടു ഹിം അറ്റ് രാജ്ഘട്ട് ഇൻ ന്യൂ ഡൽഹി. ക്ലിയർ?